എല്ലാവർക്കും എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് 7 ഗ്രഹങ്ങൾ ഒന്നിച്ച് ആകാശത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട്. ഒരു അത്യപൂർവ പരേഡാണ് ഇന്ന് നമ്മുടെ ആകാശത്ത് കാണാൻ സാധിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇന്ത്യയിൽ റിപ്പബ്ലിക് പരേഡിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ അങ്ങ് മാനത്തും ഒരു പരേഡ് നടക്കുകയാണ്. ഗ്രഹങ്ങളുടേതാണെന്ന് മാത്രം. വാനനിരീക്ഷകരെ സന്തോഷത്തിലാക്കി 7 ഗ്രഹങ്ങളാണ് മാനത്തെ മാർച്ച് പാസ്റ്റിൽ അണിനിരക്കുന്നത്. ചൊവ്വ, ബുധൻ, വ്യാഴം, യുറാനസ്, ശുക്രൻ, നെപ്റ്റ്യൂൺ, ശനി എന്നീ ഗ്രഹങ്ങളാണ് വിസ്മയ കാഴ്ചയ്ക്കൊരുങ്ങി മാനത്ത് തെളിയുന്നത്. എന്താണ് ഈ ഗ്രഹങ്ങളുടെ പരേഡ് എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നിക്കാണും. അതെന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 4 അതിലധികമോ ഗ്രഹങ്ങൾ ഒന്നിച്ച് രാത്രിയിലെ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതിനെയാണ് ഗ്രഹങ്ങളുടെ പരേഡ് എന്ന് പറയുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ ഈ പ്രത്യക്ഷപ്പെടലിനെ പരേഡ് എന്ന് വിളിക്കാൻ പറ്റില്ലെന്നാണ് നാസയുടെ അഭിപ്രായം. ത്രിമാന സൗരയൂഥ വ്യവസ്ഥയിൽ ഗ്രഹങ്ങൾക്ക് ഒരിക്കലും നേർരേഖയിൽ അണിനിരക്കാനാവില്ലെന്നതാണ് നാസ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഭൂമിയിൽ നിന്നുള്ള കാഴ്ച അടിസ്ഥാനമാക്കിയാണ് വാനനിരീക്ഷകർ ഇതിനെ പരേഡ് എന്ന ഓമനപ്പേരിൽ വിശേഷിപ്പിക്കുന്നത്. സത്യത്തിൽ പരേഡിനായി പ്രത്യക്ഷപ്പെടുന്ന ഗ്രഹങ്ങൾ ഓരോന്നും തമ്മിൽ ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവ ഒന്നിച്ച് അണിനിരക്കുന്നതായി തോന്നുന്നുവെന്നതാണ് വാസ്തവം. വളരെ റെയറായിട്ടാണ് 4ലേറെ ഗ്രഹങ്ങളെ ഇങ്ങനെ മാനത്ത് കാണാനാവുക. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന് നേരെ എതിർവശത്തായിട്ടാണ് ചൊവ്വയുടെ നിലവിലെ നിൽപ്പ്. എന്നാൽ ശുക്രനും ശനിയുമാവട്ടെ ജനുവരി 17-നും 18-നും അടുത്തടുത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നതായി നാസ പറയുന്നു. ജനുവരി 21 മുതൽ മാനത്തെ പരേഡ് ആരംഭിച്ചിരുന്നുവെങ്കിലും ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം കൂടുതൽ വ്യക്തമായി ഇന്ത്യയിൽ ഇത് ദൃശ്യമാകും. 4 ആഴ്ചയോളം ഇന്ത്യയുടെ ആകാശത്ത് ഈ കാഴ്ച കാണാമെന്നും ബഹിരാകാശ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. എന്നാൽ ഇത് എങ്ങനെ ഇവിടെ വെച്ച് കാണും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, സൂര്യൻ അസ്തമിച്ചതിന് പിന്നാലെയുള്ള സമയമാണ് ആകാശ കാഴ്ചയ്ക്ക് ഏറ്റവും നല്ലത്. മേഘാവൃതമല്ലാത്ത ആകാശമാണെങ്കിൽ രാത്രി 8:30യോടെ ഗ്രഹങ്ങളെ കാണാനാകും. നഗരപ്രദേശങ്ങളിൽ നിന്നൊഴിഞ്ഞ് അന്തരീക്ഷ മലിനീകരണം കുറവുള്ള സ്ഥലത്താകും കൂടുതൽ തെളിമയോടെ കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ പടിഞ്ഞാറ് ഭാഗത്തായി നിന്ന് നിരീക്ഷിക്കുന്നതാവും നല്ലതെന്നും വാനനിരീക്ഷകർ പറയപ്പെടുന്നുണ്ട്. ശുക്രനും ശനിയും ചൊവ്വയും വ്യാഴവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമെങ്കിലും യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണാൻ ടെലിസ്കോപ്പ് വേണം. കാരണം അത്രയും ദൂരത്താണ് അവ സ്ഥിതി ചെയ്യുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷം 2 മണിക്കൂറോളം തെക്കു പടിഞ്ഞാറൻ ആകാശത്തായി ശുക്രനെയും ശനിയെയും കാണാം. തലയ്ക്ക് മുകളിലായി വ്യാഴത്തെയും കിഴക്ക് പടിഞ്ഞാറായി ചൊവ്വയും പ്രത്യക്ഷപ്പെടും. ബുധൻ കൂടി ഇന്ന് മാനത്ത് പ്രത്യക്ഷപ്പെടുന്നുവെന്നാണ് സവിശേഷത. എന്നാൽ സൂര്യനോട് ഏറ്റവും അടുത്തായതിനാലും കുഞ്ഞൻ ഗ്രഹമായതിനാലും ബുധനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടെ ഷെയർ ചെയ്യുക. ഈ ഒരു റെയറായിട്ടുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം എപ്പോഴും ഇത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി എല്ലാവരും ഇത് നിരീക്ഷിക്കുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ